നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ആസ്മ എന്നുള്ള രോഗത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ്. ആസ്മ രണ്ട് രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, ആന്തരികമായ പ്രശ്നം, ശരീരത്തിലെ പ്രശ്നം. രണ്ട്, അന്തരീക്ഷത്തിലെ പ്രശ്നം. ആന്തരികമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ കുറവ്. ഒന്ന്, നമ്മുടെ ശ്വാസനാളത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രശ്നം. മൂന്ന്, നമുക്കുണ്ടാകുന്ന റിപ്പയർ, അതായത് പല അസുഖങ്ങളും വന്നിട്ട്, പ്രത്യേകിച്ചും ശ്വാസനാളവുമായിട്ടുള്ള ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി അന്തരീക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്യൂഷൻ, അതായത് മലിനീകരണം, ടൊബാക്കോ സ്മോക്ക്, കൂടാതെ അണുബാധ, മാത്രമല്ല സ്ട്രെസ് സിറ്റുവേഷൻ, സമ്മർദ്ദങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ആസ്മ ഉണ്ടാകാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കുട്ടികളുടെ ആസ്മ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നന്ദി.